നമസ്കാരം. ADGP MR അജിത് കുമാറിന്റെ RSS ബന്ധവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ തുടരുന്ന മൗനവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അജിത് കുമാറിനെ തള്ളിപ്പറയാൻ CPM നേതാക്കന്മാർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. വിജയരാഘവൻ, അതുപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്റർ അത് പരിശോധിക്കുമെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ MP രാജേഷിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഷംസീറിനുള്ള മറുപടിയായിരുന്നു. RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന് ഷംസീർ പറഞ്ഞപ്പോൾ ഗാന്ധി വധത്തിന്റെ പേരിൽ പട്ടേൽ നിരോധിച്ച സംഘടനയാണ് എന്നുകൂടെ ഇവിടെ MP രാജേഷ് ഷംസീറിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പിണറായി വിജയന്റെ മൗനവുമായി ബന്ധപ്പെട്ട്, അജിത് കുമാറിന്റെ RSS ബന്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തുള്ള ആളുകളെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ച് പഴയതാണ്. ഒരു പോലീസ് ഓഫീസർ നടത്തിയ ആക്രോശമാണ്. ഐ വാണ്ട് ദ ഡെഡ് ബോഡീസ് ഓഫ് മുസ്ലിം ബാസ്റ്റേഴ്സ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഈ വാക്കുകൾ? IG രമൺ ശ്രീവാസ്തവയുടെ വാക്കാണ്. ഈ ആക്രോശം അദ്ദേഹം അവസാനിപ്പിച്ചത് സിറാജുന്നിസ എന്നു പേരുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ, ഒരു കുരുന്നിന്റെ മൃതദേഹം കണ്ടപ്പോഴാണ്. വെടിവെക്കാൻ ഉത്തരവിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ആക്രോശമാണ്. പാലക്കാടാണ് ഈ സംഭവം ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ആ പഴയ വിഷയത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇവിടെ ഈ IG രമൺ ശ്രീവാസ്തവ പിന്നീട് ആരായിരുന്നു? അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഇവിടെ ആഭ്യന്തര വകുപ്പിൽ അദ്ദേഹം ഉപദേഷ്ടാവായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് IG രമൺ ശ്രീവാസ്തവയെ ഈ പോസ്റ്റിൽ കൊണ്ടുവന്നത്. ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം പിണറായി വിജയൻ IG രമൺ ശ്രീവാസ്തവയെ ആ പോസ്റ്റിൽ കൊണ്ടുവന്നത്? IG രമൺ ശ്രീവാസ്തവയെ പോലുള്ള ഒരു പഴയ പോലീസ് ഓഫീസർ ഉപദേഷ്ടാവിന്റെ റോളിൽ ആഭ്യന്തര വകുപ്പിൽ വന്നാൽ അദ്ദേഹത്തിന് താഴെ ജോലി ചെയ്യുന്ന MR അജിത് കുമാറിനെ പോലുള്ള ആളുകൾ ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത്? അദ്ദേഹം RSS നേതാക്കളെ കണ്ടാൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മുഖ്യമന്ത്രി ഇപ്പോൾ തുടരുന്ന മൗനവുമായി ബന്ധപ്പെട്ട് IG രമൺ ശ്രീവാസ്തവയുടെ നിയമനം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ ഇപ്പോൾ പ്രതികരിച്ച രംഗത്തുള്ള CPM നേതാക്കന്മാർക്ക് മറുപടി പറയാൻ കഴിയുമോ? IG രമൺ ശ്രീവാസ്തവയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ആരെങ്കിലും പ്രതീക്ഷിച്ചോ അത് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമെന്ന്? ഒരു കാര്യം പിണറായി വിജയൻ ചിന്തിക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ IG രമൺ ശ്രീവാസ്തവയെ പോലുള്ള പോലീസ് ഓഫീസർമാരെ സംരക്ഷിച്ച കരുണാകരൻ പിന്നീട് എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെയായിരിക്കും. അദ്ദേഹം അനുഭവിച്ച ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ പിണറായി വിജയനും എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. IG രമൺ ശ്രീവാസ്തവയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ADGP MR അജിത് കുമാറിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കുക. അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സുജിത് ദാസ് എന്നു പേരുള്ള SP യെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. മലപ്പുറത്തോട് അല്ലെങ്കിൽ മലപ്പുറത്തിനു വേണ്ടി അവർ നടത്തിയ സേവനങ്ങൾ, ആ സേവനങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. 12,000-ഓളം കേസുകൾ ഉണ്ടായിരുന്നിടത്ത് 46,000 എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഉപദേശപ്രകാരമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരിക്കലും ഇവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇപ്പോൾ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അവരെ ഉപദേശിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നിയോഗിച്ച IG രമൺ ശ്രീവാസ്തവയെ പോലുള്ള ആളുകൾ തലപ്പത്തിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് അവസാനിക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഇന്ന് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അതുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. VHPയുടെ ലീഗൽ സെൽ വിളിച്ചു ചേർത്ത ഒരു വലിയ മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ 30ഓളം വിരമിച്ച ജഡ്ജിമാർ പങ്കെടുത്തു എന്നുള്ളതാണ് വാർത്ത. ഇന്ത്യയിൽ ഉടനീളം വിവിധ ഹൈക്കോടതികളിലൊക്കെ സേവനം അനുഷ്ഠിച്ച ജഡ്ജിമാർ, ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ജഡ്ജിമാർ, അഭിഭാഷകർ, ബുദ്ധിജീവികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവരെ കുറിച്ച് പറയാറുള്ളത് ബുദ്ധിയില്ലാത്ത ജീവികൾ എന്നാണ്. എന്തായാലും അത്തരത്തിലായിരുന്നു ആ വാർത്ത പുറത്തു വന്നിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. VHP ഡൽഹിയിൽ വിളിച്ചു ചേർത്ത അവരുടെ ലീഗൽ സെല്ലിന്റെ മീറ്റിംഗ്, ഈ മീറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നുകൂടെ നമ്മളൊന്ന് പരിശോധിക്കണം. ഈ മീറ്റിംഗ് ചർച്ച ചെയ്തത് വഖഫ് നിയമ ഭേദഗതി ബിൽ,
PHPക്ക് എന്താണ് ഇവിടെ വഖഫ് ബോർഡിൽ കാര്യം? അങ്ങനെയൊന്നും ആരും ചോദിക്കണ്ട, ചിന്തിക്കണ്ട. അതായത് അതിനു വേണ്ടിയാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത്. എങ്ങനെ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യാം, അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം, മുസ്ലിം വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടാം, ഈ രാജ്യത്തെ എങ്ങനെ ഒരു മതരാജ്യമാക്കി മാറ്റാം, ഹിന്ദു രാജ്യമാക്കി മാറ്റാം, എങ്ങനെ ഇവിടെ ഭരണഘടന എടുത്തു മാറ്റി മനുസ്മൃതി പ്രതിഷ്ഠിക്കാം, ഇതൊക്കെയാണ് അവർ പ്രധാനമായും നടത്തുന്ന ചർച്ച. ഏതായാലും അത്തരത്തിലൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. അമ്പലങ്ങളാക്കേണ്ട പള്ളികളെ കുറിച്ച് ചർച്ച ചെയ്തു. തർക്കഭൂമികളെ കുറിച്ച് ചർച്ച ചെയ്തു. പല അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജഡ്ജിമാരൊക്കെ നേരത്തെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വാദം കേട്ടിരുന്ന ആളുകളാണ്. അമ്പലങ്ങളും പള്ളികളും അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലാണ് ഇവർ വാദം കേട്ടിരുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അഭിഭാഷകരാണ്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ എന്തിനായിരിക്കും RSS നേതാക്കൾ കേരളത്തിൽ വന്നത്? അവരുടെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നതാണ്. പക്ഷെ എന്തിനായിരിക്കും അജിത് കുമാർ ഈ നേതാക്കന്മാരെ കണ്ടത് എന്നതിനെ കുറിച്ചുകൂടി നമ്മളൊന്ന് ആലോചിക്കണം. അതായത് നാളെ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ട വ്യക്തിയാണ് അജിത് കുമാർ. അത്തരത്തിലാണ് RSS അജിത് കുമാറിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കോവളത്തും തൃശ്ശൂരും ഒക്കെ പോയി അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത്. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കൂടെ കേൾക്കാനും അത് സ്വീകരിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമാണ്. എന്തായാലും ഇപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞിട്ടില്ല, മൗനം വെടിയാനുള്ള സാധ്യതയുമില്ല. ആരൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും തനിക്ക് ശേഷം പ്രളയം എന്ന ചിന്തയിലാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അദ്ദേഹം ഇവിടെ IG രമൺ ശ്രീവാസ്തവയെ പോലുള്ള ഓഫീസറെ ആഭ്യന്തര വകുപ്പിൽ ഉപദേഷ്ടാവായി പോസ്റ്റ് ചെയ്ത ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഒരുപാട് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വഴി ഇതാണെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. ആ വഴിക്ക് തന്നെയാണ് അദ്ദേഹം പോകുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈരാറ്റുപേട്ട വിഷയം, വിദ്യാർത്ഥികളെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം, ഇതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. IG രമൺ ശ്രീവാസ്തവ പറഞ്ഞ ആ വാക്കുകൾ, നാം എപ്പോഴും ആ വാക്കുകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. ആ ആക്രോശം അവസാനിച്ചത് ആരുടെ മൃതദേഹം കണ്ടപ്പോഴാണ്, ആരുടെ ഡെഡ് ബോഡി കണ്ടപ്പോഴാണ് എന്നുകൂടെ നമ്മളൊക്കെ ഓർക്കണം. അദ്ദേഹം ഉപദേശിച്ച അജിത് കുമാറും സുജിത് ദാസും ഒക്കെ ഈ വഴിക്ക് സഞ്ചരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുകൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.